ഹലോ ഗായ്സ്, ഇന്ന് നമ്മൾ വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു ക്രിസ്മസ് ഔട്ട്ഫിറ്റ് ആണ് ചെയ്യാൻ പോകുന്നത് കേട്ടോ. വളരെ സിമ്പിൾ മെത്തേഡിലാണ് ഞാൻ ഇന്നത് ചെയ്യുന്നത്. 1 to 2 year old കിഡ്സിൻ്റെ സൈഡ് ഷാർട്ടിലാണ് നമ്മൾ ഇന്ന് ചെയ്യുന്നത് കേട്ടോ. അപ്പം നമുക്ക് ഈ വീഡിയോ ഒന്ന് കണ്ടിട്ട് വരാം. നമ്മുടെ പാറ്റേൺ ഡ്രാഫ്റ്റിംഗ് വീഡിയോസ് കണ്ടവർക്കറിയാം, നമ്മൾ എപ്പോഴും ആദ്യം ചെയ്യുന്നത് ഈ പറയുന്ന പോലെ തന്നെ ബേസ് ലൈൻസ് വരയ്ക്കുക എന്നുള്ളതാണ്. അത് കഴിഞ്ഞിട്ടായിരിക്കും നമ്മൾ എല്ലാ മാർക്കിങ്സും വരയ്ക്കുന്നത്. ഇനി നമ്മൾ 1 to 2 year old കിഡ് ആയതുകൊണ്ട് ഞാൻ ഷോൾഡർ പോയിന്റ് 4.25 ഇഞ്ചാണ് കൊടുക്കുന്നത് കേട്ടോ. ദെൻ കഴുത്ത് ഇറക്കം എന്ന് പറയുന്നത് ഒരു 2.5 ഇഞ്ച് കൊടുക്കുന്നുണ്ട്. കഴുത്ത് അകലം 2.25 ഇഞ്ച് ഞാൻ കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ചെയ്യുന്നത് നമ്മുടെ ഷോൾഡറിൽ ഒരു പോയിന്റ് മാർക്ക് ചെയ്തല്ലോ, അവിടെ നിന്ന് ഒരു 1/2 ഇഞ്ച് താത്തി മാർക്ക് ചെയ്യുന്നുണ്ട്. ഈ ഒരു മെത്തേഡിൽ ഞാൻ ഷോൾഡറിന് സ്ട്രാപ്പ് കൊണ്ടുവരാനാണ് ഉദ്ദേശിക്കുന്നത്. അതുകൊണ്ട് അങ്ങനെ 1/2 ഇഞ്ച് താത്തി മാർക്ക് ചെയ്യണമെന്നില്ല കേട്ടോ. ഞാൻ പിന്നെ നിങ്ങൾക്ക് മനസ്സിലാവാനൊന്ന് കാണിച്ചു എന്നേ ഉള്ളൂ. ഇനി നമ്മൾ ആ പോയിന്റിൽ നിന്ന് നമ്മുടെ ഷോൾഡർ എത്രയാണോ കൊടുത്തത് അത് തന്നെ നമ്മൾ കൈക്കുഴിയായിട്ടും കൊടുക്കുന്നുണ്ട്. അതിനുശേഷം നമ്മുടെ ചെസ്റ്റ് ആണ് കൊടുക്കുന്നത്. അതൊരു 5.25 ഇഞ്ച് ഞാൻ കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇപ്പം ഈ മാർക്ക് ചെയ്യുന്നത് നമ്മുടെ വേസ്റ്റ് ലെങ്ത് ആണ്. ഞാൻ അതിന് 7 ഇഞ്ചാണ് കൊടുത്തിരിക്കുന്നത്. നിങ്ങൾ 7 ഇഞ്ച് തന്നെ കൊടുക്കണമെന്നില്ല, 6 ഇഞ്ച് കൊടുത്താലും നല്ല ഭംഗിയായിരിക്കും. അതിനുശേഷം ആ മാർക്ക് ചെയ്ത പോയിന്റ് തന്നെ നമ്മുടെ വേസ്റ്റ് സൈസ് മാർക്ക് ചെയ്യുന്നുണ്ട് 5 ഇഞ്ച്. ഇനി നമ്മൾ ചെയ്യുന്നത് എന്താ, നമ്മുടെ കൈക്കുഴിക്ക് 2 സെന്റർ പോയിന്റ് ഇതേപോലെ കണ്ടുപിടിക്കുന്നുണ്ട്. കഴുത്ത് ഞാനൊരു വി ഷേപ്പ് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് നമ്മുടെ നെക്ക് ഡെപ്ത് വരച്ച ആ ലൈനിൽ 1 ഇഞ്ച് നമ്മളൊന്ന് കയറ്റി മാർക്ക് ചെയ്യുന്നുണ്ട്. എന്നിട്ട് നമ്മുടെ കഴുത്തൊന്ന് ഷേപ്പ് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ. ഈ പോയിന്റിൽ നിന്ന് തന്നെ നമ്മുടെ ഷോൾഡറിന്റെ ആ ഭാഗത്തോട്ടും 1 ഇഞ്ച് ഞാൻ മാർക്ക് ചെയ്യുന്നുണ്ട്. ഇപ്പം ഈ മാർക്ക് ചെയ്യുന്ന ഈ 1 ഇഞ്ച് എന്ന് പറയുന്നതാണ് നമ്മുടെ സ്ട്രാപ്പിന്റെ വീതിയാണ്. അതായത് സ്ട്രാപ്പ് നമ്മുടെ ആ ഷോൾഡറിലോട്ട് വന്ന് അറ്റാച്ച് ചെയ്യുന്നതിൻ്റെ ആ ഒരു വീതിയാണ് 1 ഇഞ്ച് എന്ന് പറയുന്നത്. അതിനുശേഷം നമ്മൾ ഈ മാർക്ക് ചെയ്ത എല്ലാ പോയിന്റ്സും കണക്ട് ചെയ്ത് നമ്മുടെ കൈക്കുഴി ഒന്ന് ഷേപ്പ് ചെയ്തെടുക്കുന്നുണ്ട്. അപ്പം നമ്മുടെ സ്ട്രാപ്പിന്റെ ലെങ്ത് എന്ന് പറയുന്നത് നമുക്ക് 1.5 ഇഞ്ചാണ് കിട്ടിയിരിക്കുന്നത്. ഈ 1.5 ഇഞ്ച് എന്ന് പറയുന്നത് ഒരു സൈഡിലോട്ടുള്ള ലെങ്ത് ആണ്. ഫ്രണ്ടിലും ബാക്കിലും കൂടെ ചേർത്ത് വരുമ്പോഴത്തേക്കും നമുക്ക് 3 ഇഞ്ച് ലെങ്ത്തിലായിരിക്കും സ്ട്രാപ്പ് കട്ട് ചെയ്തെടുക്കേണ്ടത് കേട്ടോ. 3 ഇഞ്ച് ലെങ്ത് വരുമ്പോഴത്തേക്കും തയ്യൽ തുമ്പ് ഉൾപ്പെടെ നമ്മളൊരു 4 ഇഞ്ച് ലെങ്ത് എങ്കിലും കട്ട് ചെയ്തെടുക്കണം. അപ്പോൾ നമ്മുടെ ഫ്രണ്ട് ബോഡീസ് റെഡി ആയിട്ടുണ്ട്. ഈ ഫ്രണ്ട് ബോഡീസ് തന്നെയാണ് നമ്മൾ ബാക്ക് ബോഡീസ് ആക്കി എടുക്കുന്നത്. പ്രത്യേകിച്ച് മാറ്റമൊന്നുമില്ല കേട്ടോ. ഇനി ഇത് നമുക്കൊന്ന് കട്ട് ചെയ്തെടുക്കാം. അങ്ങനെ നമ്മൾ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി എന്താ ചെയ്യേണ്ടത്, നമ്മൾ പാറ്റേൺസ് ഫാബ്രിക്കിലോട്ട് ട്രേസ് ചെയ്യുകയാണ്. അതിനായിട്ട് ഞാൻ സാറ്റിൻ എടുത്തിട്ടുണ്ട്, കോട്ടൺ ലൈനിങ് എടുത്തിട്ടുണ്ട്, പിന്നെ ഒരു ഫാൻസി നെറ്റും എടുത്തിട്ടുണ്ട്. നമ്മൾ 3 ഫാബ്രിക്കാണ് ടോപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് എടുക്കുന്നത്. അപ്പോൾ ആദ്യം തന്നെ നമ്മൾ ഫ്രണ്ട് ബോഡീസ് ട്രേസ് ചെയ്യണം. അതിനായിട്ട് നമ്മൾ സാറ്റിനിലും കോട്ടൺ ലൈനിങ്ങിലും ഫാൻസി നെറ്റിലും ഫ്രണ്ട് ബോഡീസ് ആദ്യം ഒന്ന് ട്രേസ് ചെയ്തെടുക്കുക. അതിനുശേഷം ബാക്ക് ബോഡീസ് ട്രേസ് ചെയ്യുക. ബാക്ക് ബോഡീസ് ട്രേസ് ചെയ്യുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താ, 1 ഇഞ്ച് വീതി മാറ്റി വേണം ട്രേസ് ചെയ്യാനായിട്ട്. അപ്പോൾ ആ 1 ഇഞ്ച് ഗ്യാപ്പ് എന്ന് പറയുന്നത് നമ്മുടെ തയ്യൽ തുമ്പാണ്. എന്തിനു വേണ്ടിയിട്ടുള്ളതാണ്, സിബ് പിടിപ്പിക്കാനായിട്ടുള്ള തയ്യൽ തുമ്പാണ് കേട്ടോ. അപ്പോൾ അത് സാറ്റിനിലും കോട്ടൺ ലൈനിങ്ങിലും ഫാൻസി നെറ്റിലും 3ലും നമ്മൾ 1 ഇഞ്ച് മാറ്റിയിട്ട് വേണം ബാക്ക് ബോഡീസ് ട്രേസ് ചെയ്തെടുക്കാനായിട്ട്. അപ്പോൾ നമ്മൾ ട്രേസ് ചെയ്തെടുത്തിട്ടുണ്ട്. ഫ്രണ്ട് ബോഡീസും ട്രേസ് ചെയ്തിട്ടുണ്ട്, ബാക്ക് ബോഡീസും ട്രേസ് ചെയ്തിട്ടുണ്ട്. ഇനി ഇത് ചെയ്യേണ്ട എന്താ, ഇതെല്ലാം നമ്മൾ കട്ട് ചെയ്തെടുക്കുകയാണ് കേട്ടോ. കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. കട്ട് ചെയ്യുമ്പോൾ നമ്മൾ തയ്യൽ തുമ്പും കൂടി ഇട്ടിട്ടുണ്ട്. കഴുത്തിന് 4 ഇഞ്ച്, ഷോൾഡറിനും സ്ലീവിനും 1/2 ഇഞ്ച്, സൈഡ് സീമിനും ഹെമ്മിനും 1 ഇഞ്ച്. അങ്ങനെയാണ് നമ്മൾ എല്ലാത്തിനും തയ്യൽ തുമ്പ് കൊടുത്തിരിക്കുന്നത്. ഇപ്പം ഞാൻ ഈ കാണിക്കുന്നത് നമ്മുടെ ഫാൻസി നെറ്റ് ഉണ്ടല്ലോ, അതിലും നമ്മൾ ഇതേപോലെ തന്നെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഫ്രണ്ടിനും കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്, ബാക്കിനും കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി ഇതിൻ്റെ സ്റ്റിച്ചിങ് ആണ്. അത് എങ്ങനെയാണെന്ന് നിങ്ങൾക്ക് കണ്ടു കഴിഞ്ഞാൽ മനസ്സിലാവും. അപ്പോൾ അത് നിങ്ങളൊന്ന് കണ്ടിട്ട് പോയോ. ഇനി നമ്മൾ സ്ലീവ് ഡിസൈൻ ആണ് ചെയ്യുന്നത്. അതിനായിട്ട് ഞാൻ 4 നെക്ക് പീസസ് എടുത്തിട്ടുണ്ട് കേട്ടോ. 2 കളറ് റെഡ് കളറും 2 കളറ് വൈറ്റ് കളറും ആയിരിക്കും. റെഡ് കളറിന്റെ സൈസ് എന്ന് പറയുന്നത് 12 ഇഞ്ച് നീളവും 3.25 ഇഞ്ച് വീതിയാണ്. വൈറ്റ് കളറിന്റെ സൈസ് എന്ന് പറഞ്ഞാൽ 12 ഇഞ്ച് നീളവും 4 ഇഞ്ച് വീതിയാണ്. വൈറ്റ് കളറിന് കുറച്ച് ലെങ്ത്, അതായത് കുറച്ച് വീതി കൂടുതലും, റെഡ് കളറിന് കുറച്ച് വീതി കുറച്ചും. അങ്ങനെയാണ് ഞാൻ കാൽക്കുലേഷൻ എടുത്തിരിക്കുന്നത്. ഇതേ കാൽക്കുലേഷൻ തന്നെ എടുക്കണമെന്നില്ല, നിങ്ങൾക്ക് വേണമെങ്കിൽ കാൽക്കുലേഷനിൽ മാറ്റം വരുത്താം കേട്ടോ. ഇനി നമ്മൾ ഇത് മടക്കിയിട്ട് നമ്മൾ റഫിൾ സ്ലീവ് ഒക്കെ ചെയ്യുമ്പോൾ ഒരു ഷേപ്പ് കൊടുക്കാറില്ലേ, അതേപോലെ ഒന്ന് ഷേപ്പ് ചെയ്തെടുക്കുക. എന്തുകൊണ്ടാണ് 12 ഇഞ്ച് നീളം എടുത്തതെന്ന് നിങ്ങൾക്ക് അറിയാലോ. റഫിൾസ് കൊടുക്കുമ്പോൾ നമുക്ക് അത്യാവശ്യം ലെങ്ത് വേണം. നമ്മുടെ സ്ട്രാപ്പിൻ്റെ ഒരു സൈഡിലോട്ടുള്ള ലെങ്ത് എന്ന് പറയുന്നത് 1.5 ഇഞ്ചായിരുന്നു. അപ്പോൾ 2 സൈഡ് വരുമ്പോഴത്തേക്കും 3 ഇഞ്ചാണ്. 3ന്റെ 4 ഇരട്ടി അല്ലെങ്കിൽ ഒരു 3 ഇരട്ടി എടുക്കുക. അങ്ങനെയാണ് ഞാൻ 12 ഇഞ്ച് എടുത്തേക്കുന്നത് കേട്ടോ. എന്നിട്ട് അത് നമ്മൾ ചുരുക്കി നമ്മുടെ എത്രയാണോ ലെങ്ത് വേണ്ടത് ആ ലെങ്ത്തിലോട്ട് ആക്കിയെടുക്കുക. നമ്മുടെ ലെങ്ത് എന്ന് പറയുന്നത് 3 ഇഞ്ചാണല്ലോ. അപ്പോൾ ആ 3 ഇഞ്ചിലോട്ട്
റെഡ് കളറും വൈറ്റ് കളറും രണ്ടും ഞാൻ ആക്കിയിട്ടുണ്ട്. എന്നിട്ട് അത് രണ്ടും കൂടെ നമ്മൾ ചേർത്ത് വെച്ചൊന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കുക. അതിനുശേഷം നമ്മളൊരു സാറ്റിൻ സ്ട്രാപ്പ് എടുത്തിട്ടുണ്ട്. അതിൻ്റെ നീളം വന്നിട്ട് 4 ഇഞ്ചും വീതി വന്നിട്ട് ഒരു 3 ഇഞ്ചുമാണ് ഞാൻ എടുത്തിരിക്കുന്നത്. അത് ഇതേപോലെ രണ്ടായിട്ട് മടക്കിയിട്ട് അതിനുള്ളിൽ നെറ്റ് വെച്ച് നമ്മൾ തയ്ച്ചെടുക്കുകയാണ് കേട്ടോ. നമ്മൾ സ്കേർട്ട് പാർട്ടാണ് ചെയ്യുന്നത്. അതിനായിട്ട് ഞാൻ 2 ഫാബ്രിക് എടുത്തിട്ടുണ്ട്. ഒന്ന് നെറ്റും പിന്നെ ഒന്ന് കോട്ടൺ ലൈനിങ്ങുമാണ്. ആദ്യം തന്നെ നമുക്ക് നെറ്റ് എടുക്കാം. നെറ്റിൻ്റെ ഹൈറ്റ് എന്ന് പറയുന്നത് തയ്യൽ തുമ്പ് ഉൾപ്പെടെ 10 ഇഞ്ചാണ് കേട്ടോ. അതായത് നമ്മുടെ ഫ്രോക്കിൻ്റെ ടോട്ടൽ ഹൈറ്റ് എന്ന് പറയുന്നത് 16 ഇഞ്ചാണ്. അതിൽ ടോപ്പിൻ്റെ ഹൈറ്റ് മാത്രം 7 ഇഞ്ച് പോയിട്ടുണ്ട്. ബാക്കി നമുക്ക് 9 ഇഞ്ചാണ്. അതിനോടൊപ്പം 1 ഇഞ്ച് തയ്യൽ തുമ്പ് കൂടെ ചേർത്താണ് ഞാൻ 10 ഇഞ്ച് എടുത്തേക്കുന്നത്. ലെങ്ത് എന്ന് പറയുന്നത് നമ്മുടെ വേസ്റ്റ് റൗണ്ട് എന്ന് പറയുന്നത് എത്രയാണ്? 20 ഇഞ്ചാണ്. 20ൻ്റെ 3 ഇരട്ടി എടുക്കുക, അല്ലെങ്കിൽ 4 ഇരട്ടി എടുക്കുക. അതിനോടൊപ്പം നിങ്ങളൊരു 2 ഇഞ്ച് സൈഡ് അടിക്കാനായിട്ട് തയ്യൽ തുമ്പും കൂടെ ചേർത്ത് എടുക്കുക. നെറ്റ് ആയതുകൊണ്ട് കുറച്ച് കൂടുതൽ ലെങ്ത് എടുക്കുന്നതായിരിക്കും എന്തുകൊണ്ടും നല്ലത് കേട്ടോ. എന്നിട്ട് നമ്മൾ ഈ കാണുന്നത് പോലെ തന്നെ കുഞ്ഞി കുഞ്ഞി ഗ്യാദേഴ്സ് ആയിട്ടൊന്ന് തയ്ച്ചെടുക്കുക. ഇനി കോട്ടൺ ലൈനിങ് വരുമ്പോഴത്തേക്കും അതിൻ്റെ ഹൈറ്റ് എന്ന് പറയുന്നത് നമ്മൾ നെറ്റിൻ്റെ ഹൈറ്റിൽ നിന്ന് 1 ഇഞ്ച് കുറച്ചാണ് എടുത്തിരിക്കുന്നത്. അതായത് 9 ഇഞ്ച്. ലെങ്ത് എന്ന് പറയുന്നത് നമ്മൾ നമ്മുടെ വേസ്റ്റ് റൗണ്ടിൻ്റെ 3 ഇരട്ടി എടുക്കുക. അതിനോടൊപ്പം 2 ഇഞ്ച് തയ്യൽ തുമ്പും കൂടെ കൊടുക്കുക. എന്നിട്ട് നമ്മൾ ഇതേപോലെ 1 ഇഞ്ച് വീതിയിൽ കുഞ്ഞി കുഞ്ഞി പ്ലീറ്റ്സ് ഇട്ട് അടിക്കുക. അതിന് താഴ്ഭാഗത്തും നമ്മൾ ഇതേപോലെ രണ്ടായിട്ടൊന്ന് മടക്കി അടിക്കുക. അങ്ങനെയാണ് നമ്മൾ ലൈനിങ് ചെയ്യുന്നത്. അപ്പം കോട്ടൺ ലൈനിങ് തന്നെ നമ്മൾ 2 സെറ്റ് ചെയ്യുന്നുണ്ട് കേട്ടോ. ഇപ്പം നമ്മൾ പ്ലീറ്റ് ഇട്ട് കഴിയുമ്പോഴത്തേക്കും നമുക്ക് വേണ്ട ലെങ്ത് എന്ന് പറയുന്നത് 20 ഇഞ്ചാണ്. അതിനോടൊപ്പം 2 ഇഞ്ച് തയ്യൽ തുമ്പും കൂടെ ചേർത്താണ് 22 ഇഞ്ച് ലെങ്ത് വന്നേക്കുന്നത് കേട്ടോ. അതുപോലെ തന്നെ നെറ്റും ഞാൻ ചുരുക്കി ചുരുക്കി എടുത്തിട്ടുണ്ട്. അതിൻ്റെ ലെങ്ത്തും 22 ഇഞ്ച് തന്നെയാണ്. നെറ്റ് നമ്മളൊരു 3 പെയർ എടുക്കുന്നുണ്ട്. കാരണം വൈറ്റ് കളർ ആയതുകൊണ്ട് നല്ലോണം നിഴലടിക്കുമല്ലോ. അപ്പോൾ അത് അറിയാണ്ടിരിക്കാൻ വേണ്ടിയിട്ടും കുറച്ചൊരു പഫ്നെസ് കിട്ടാൻ വേണ്ടിയിട്ടുമാണ് നമ്മൾ നെറ്റ് 3 സെറ്റ് തയ്ച്ചെടുത്തേക്കുന്നത് കേട്ടോ. ഇനി ഇതിൻ്റെ വേസ്റ്റ് ഭാഗം എല്ലാം കൂടി ചേർത്ത് വെച്ച് പിൻ ചെയ്ത് നമ്മളൊന്ന് തയ്ച്ചെടുക്കുക. സിപ്പ് എല്ലാം അറ്റാച്ച് ചെയ്തതിന് ശേഷം ഞാൻ ഈ ഒരു ഫ്രോക്കിന് കുറച്ചും കൂടെ ഒന്ന് ഭംഗി കൂട്ടാനായിട്ട് ഞാനൊരു 2 ഇഞ്ച് വീതിയിൽ ഒരു വൈറ്റ് നെറ്റും റെഡ് നെറ്റും ചേർത്ത് വെച്ചൊന്ന് ഗ്യാദേഴ്സ് ഇട്ടിട്ടുണ്ട് കേട്ടോ. നമ്മുടെ ഗ്യാദർ ഫൂട്ടറിലാണ് ഞാനിത് ചെയ്തിരിക്കുന്നത്. ഗ്യാദർ ഫൂട്ടറിൽ എങ്ങനെയാണ് ചെയ്യുന്നതെന്നൊരു വീഡിയോ ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു. അത് ഞാനിവിടെ മുകളിൽ കൊടുത്തേക്കാം, നിങ്ങൾക്ക് വേണമെങ്കിൽ കാണാം കേട്ടോ.
അങ്ങനെ ഇതാണ് നമ്മുടെ ഫൈനൽ ഔട്ട്പുട്ട്. ഈ ഒരു ഫ്രോക്കിൽ ഞാൻ അതിന്റെ വേസ്റ്റ് പാർട്ടിൽ ഒരു ലേസ് വർക്കിംഗ് കൂടി ആഡ് ചെയ്തിട്ടുണ്ട്. ഈ ഒരു ഡ്രസ്സ് ചെയ്യാൻ എത്രത്തോളം ഫാബ്രിക് വേണമെന്നുള്ളത് നിങ്ങൾ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നോക്കിയാൽ മതി കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായി കാണുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ. ബൈ.